ഹായ് ഹലോ ഗേൾസ്, എല്ലാവർക്കും ചിഞ്ചു വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഹലോ, നമുക്കിന്നൊരു കോട്ടയം സ്റ്റൈൽ മീൻകറി വെക്കാം. അതിന് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ച് മൺചട്ടി ഒന്ന് ചൂടായപ്പം അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിക്കണം. കോട്ടയം സ്റ്റൈൽ മീൻകറിക്ക് വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ആവശ്യമാണ്. അപ്പം ഈ ചട്ടി ഒന്ന് നന്നായി ചൂടായി എണ്ണയൊന്ന് ചൂടായി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചട്ടി ഏകദേശം ചൂടായി വരുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുന്നതോടുകൂടി നമുക്ക് അതിലോട്ട് കടുക് ചേർക്കണം. ഇപ്പോൾ ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലോട്ട് കടുകിടാം. ഇത്രയും കടുകാണ് ഞാൻ ഇടുന്നത്, കുറച്ച് കടുക്. ഇനി ഒരു 5-8 മണി ഉലുവയാണ് ചേർക്കാൻ പോകുന്നത്. ഉലുവ നമ്മൾ ചേർത്തുകൊണ്ട് പോയി ഒരു 5-8 മണി ഉലുവ ചേർക്കുകയാണ്. കടുക് ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് ഉലുവ ചേർക്കാം. ഉലുവ ചേർത്തിഞ്ഞ് കടുക് ഉലുവയും കൂടി ഒന്ന് നന്നായി പൊട്ടി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ മീൻകറി എന്ന് പറഞ്ഞാൽ അത്ര ടേസ്റ്റുള്ളൊരു മീൻകറിയാണ്. ഇതെൻ്റെ അമ്മച്ചി പഠിപ്പിച്ച മീൻകറിയാണ്. ഇതേ ഉലുവായും കടുകും ഇപ്പോൾ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ചുമന്നുള്ളി ആദ്യം കരിയാപ്പില ഇട്ടു. ഇനി അതിൻ്റെ പുറത്ത് നമുക്കൊരു കരിയാപ്പില ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ചുമന്നുള്ളി ഒരു 20-25 ചുമന്നുള്ളി ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്, അതാണ് ഇട്ട് കൊടുക്കുന്നത്. ചുവന്നുള്ളി ഇടുന്നതാണ് ഈ കോട്ടയം സ്റ്റൈൽ മീൻകറിക്ക് ഇത് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഞങ്ങളുടെ വീട്ടിൽ വെക്കുന്ന മീൻകറിയാണ്. നമുക്കിത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് ഈ മീൻകറി ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ, കപ്പ വേവിച്ചതിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. എല്ലാത്തിൻ്റെ കൂടെയും, ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എല്ലാം നമുക്ക് ഈ മീൻകറി കഴിക്കാം. നല്ലൊരു മീൻകറിയാണ്. നന്നായിട്ടൊന്നിത് മൂത്ത് വരുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഏകദേശം അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിലോട്ട് ഇനി ചേർക്കാനുള്ളവ ചേർക്കാം. മൂത്ത് വരുന്നുണ്ട്, ഏകദേശം ഒന്ന് മൂത്ത് തുടങ്ങി. ഇപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഇഞ്ചി, ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കണം. ഇത്രയും ഇഞ്ചി ഞാൻ ചതച്ച് വെച്ചതാണ്. ഇഞ്ചി കുറച്ച് കൂടുതലുണ്ട്, അതേപോലെ വെളുത്തുള്ളിയും കുറച്ച് കൂടുതൽ ചേർക്കുക. ഇഞ്ചിയുടെ പച്ചമണം ഒന്ന് മാറുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് വെളുത്തുള്ളി ചേർക്കാം. ഇത്രയും വെളുത്തുള്ളി ഒന്ന് ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ കുടംപുളിയാണ് ചേർക്കുന്നത് മീൻകറിക്ക്. കുടംപുളി ഞാനൊരു 3 കുറച്ച് വലിപ്പമുള്ള കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി. ഞാൻ അതാദ്യം എടുത്ത് വൃത്തിയായിട്ട് കഴുകി തിളപ്പിച്ചെടുത്ത കുടംപുളിയാണ്. ആ തിളപ്പിച്ച വെള്ളവും ആ പുളിയും കൂടിയാണ് നമ്മൾ ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് നമ്മൾ മുളക് പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി ഇത് ചേർക്കുന്നില്ല. എന്നിട്ട് നമ്മൾ പിന്നെ പുളിവെള്ളം ചേർക്കുവാണ്. മഞ്ഞൾപ്പൊടി ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് നമ്മുടെ എരിവിനനുസരിച്ച് നമ്മൾ മുളക് പൊടി ചേർക്കാം. ഞാൻ വീട്ടിൽ പൊടിപ്പിച്ച് വെച്ച മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി അതിലോട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം. നല്ല എരിവും നല്ല പുളിയും ഉള്ളതാണ് കോട്ടയം സ്റ്റൈൽ മീൻകറി. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ 2 സ്പൂൺ കാശ്മീരി ചില്ലി ഇടാം. പിന്നെ നമുക്ക് നമ്മുടെ സാദാ മുളക് പൊടിയും 2 സ്പൂൺ ചേർക്കാം, നമ്മുടെ എരിവിനനുസരിച്ച്. അപ്പം നന്നായിട്ട് നമ്മുടെ അരപ്പ് നന്നായി മൂത്ത് വരുന്നുണ്ട്. ഇതിലോട്ടാണ് നമ്മൾ പുളിവെള്ളം ഒഴിക്കേണ്ടത്. പുളിവെള്ളം ഞാൻ നേരത്തെ തിളപ്പിച്ച് വെച്ചിരിക്കുവാണ്. അത് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് അരപ്പ് മൂത്ത് അതിൻ്റെ പച്ചമണം മാറി വരുന്നുണ്ട്. നമ്മളിതിലോട്ട് മല്ലിപ്പൊടി ചേർക്കുന്നില്ല. അതുകൊണ്ട് ഈ കറി നമ്മൾ ചൂടാക്കാതെ നമ്മൾ 2 ദിവസത്തേക്ക് പുറത്ത് വെച്ചാലും ഇത് കേടാകത്തില്ല, ഒരു കുഴപ്പമില്ല. അതുപോലെ നല്ല ഇതായിട്ടേ ഇരിക്കുകയുള്ളൂ. നമ്മളിതിൽ മല്ലിപ്പൊടി ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ടാണ്. മല്ലിപ്പൊടി ചേർത്താൽ നമ്മൾ ഒരു ദിവസം വെച്ച് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് പുറത്ത് വെച്ചിരിക്കുവാണെങ്കിൽ ഇത് കേടായിപ്പോവും, വളിച്ചു പോകും. നമ്മൾ മല്ലിപ്പൊടി ചേർക്കാത്ത കറിയാണ്. മല്ലിപ്പൊടി ചേർത്തില്ലെങ്കിൽ നല്ല കുറുകിയ ചാറാണ് കിട്ടുന്നത്. ഇപ്പം നമ്മളതിലോട്ട് കുടംപുളി അങ്ങനെ ചേർത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന്
ഈ കുടംപുളിയും ഈ മുളക് പൊടിയും എല്ലാം ഒന്ന് ഈ അരപ്പ് നന്നായിട്ടൊന്ന് മിക്സായി നന്നായിട്ടൊന്ന് തിള വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം ചെറുതായിട്ട് തിള വന്ന് തുടങ്ങി. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ ഇതിലോട്ട് മീൻ ചേർക്കാൻ പാടുള്ളൂ. നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിള വരുന്നിടം വരെ ഒന്ന് അടച്ച് വെച്ച് എടുക്കാം. ഇപ്പം നമുക്ക് ഏകദേശം നന്നായിട്ട് തിള വന്ന് തുടങ്ങി. ഇതൊന്ന് വെട്ടിത്തിളയ്ക്കും. ഇപ്പം നോക്കിയാൽ അതൊരു 2 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് അങ്ങ് തിളച്ച് വരും. അതിലോട്ട് ഞാൻ 1/2 കിലോ അയിലയാണ് എടുത്തിരിക്കുന്നത്. അയില നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയിലയാണ്. അതിലോട്ട് അയില ചേർക്കാൻ പോവുകയാണ്. ഏത് മീനും ചേർക്കാം. നമുക്കിഷ്ടമുള്ള നമ്മുടെ എല്ലാവിധ മീനുകളും നമുക്കിത് ചേർക്കാം. ഇങ്ങനെ ഇതേ ഇതിൽ കറി വെക്കാം. തുണ്ടുമീനെല്ലാം നമുക്ക് ചേർത്ത് ഇതേപോലെ കറി വെക്കാം. ഇപ്പം നോക്കിയാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നു. ഇതിലോട്ട് നമ്മൾ മീനൊന്ന് പെറുക്കിയിട്ട് കൊടുക്കാം. പെട്ടെന്നാവുന്ന ഒരു കറിയാണ്, അതും നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. നിങ്ങളിത് മുഴുവനായിട്ട് കാണണം. അപ്പം നിങ്ങൾക്കറിയാം ഇതെങ്ങനെ വെക്കുക എന്ന്. അതത്ര ടേസ്റ്റാണ് ഈ കറിക്ക്. ഞാൻ വെറുതെ പറയുന്നതല്ല. നമ്മൾ കോട്ടയത്ത് ഞങ്ങളുടെ വീട്ടിലിത് വെക്കുന്ന മീൻകറിയാണ്. നമ്മളിന്നിപ്പോൾ 2 ദിവസം ഈ മീൻകറി നമുക്കിരിക്കണമെങ്കിൽ നമ്മളിന്ന് രാവിലെ നാളെയാണ് ഇത് എടുക്കുന്നതെങ്കിൽ നമ്മളൊരു വൈകുന്നേരം ആകുമ്പം ഈ കുടംപുളി ഒന്ന് എടുത്ത് മാറ്റണം. അല്ലെങ്കിൽ പുളി കൂടി ഒരിക്കും. നമുക്ക് കറിയിൽ നല്ല പുളിയായിരിക്കും. അത്രയും പുളി നമുക്ക് ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പുളി എടുത്ത് മാറ്റുക. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നിടം വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് വയ്ക്കാം. ഇപ്പം നമ്മുടെ കറി ഏകദേശം ഒന്ന് നന്നായി തിളച്ച് വന്ന് എപ്പോഴും ഇളക്കി കൊടുക്കരുത്. മീനാകെ പൊടിഞ്ഞു പോകും. നല്ലതുപോലെ തിളച്ച് ഏകദേശം ചാറൊക്കെ ഒന്ന് കുറുകി പറ്റാനാവുന്നുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റും കൂടി ചെറിയ തീയിൽ, ഞാൻ തീ സിമ്മിലായിട്ടിരിക്കുന്നത്, ഇങ്ങനെ ഒന്ന് തിളച്ച് ഒന്ന് ചാറൊക്കെ ഒന്ന് കുറുകി വരുന്നിടം വരെ നമുക്കൊന്ന് തിളപ്പിക്കാം. ഇപ്പോൾ ഏകദേശം നല്ലതുപോലെ ഒന്ന് ചാറൊക്കെ ഒന്ന് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നന്നായിട്ട് തിളച്ച്. നമ്മൾ തീ തീരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത്, തീ സിമ്മിലായിട്ടിരിക്കുന്നത്. നമ്മൾ അടിക്ക് പിടിക്കാതെ ഇടയ്ക്കൊന്ന് നോക്കുക. ഇനി ഒരു 2 മിനിറ്റും കൂടെ മതി കേട്ടോ മീൻ ആകാനായി. നമ്മുടെ മീൻ കറി റെഡിയാകാനായി. ഇപ്പം നോക്കിക്കേ എണ്ണയൊക്കെ തെളിഞ്ഞ് കാണാൻ തുടങ്ങി. നമുക്ക് ഞാൻ ചാറ് നിങ്ങളെ കാണിച്ചു തരാം. നോക്കി കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ചാറ് കുറുകി വന്നിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ളൊരു മീൻ കറിയാണ്. നല്ല പുളിയും നല്ല എരിവും എല്ലാം ചേർന്നിട്ട് ഈ കഷ്ണത്തിലൊക്കെ ഒന്ന് എരിവ് പിടിക്കാൻ വേണ്ടിയാണ്, എരിവും പുളിയും പിടിക്കാൻ വേണ്ടി നമ്മൾ തീ കുറച്ചിട്ട് മെല്ലെ ഇങ്ങനെ വേവിച്ചെടുക്കുന്നത്. നമ്മുടെ ചാറെല്ലാം ഒന്ന് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഒരു ചൂട് ചാറൊന്ന് കുറുകാൻ വേണ്ടിയിട്ടാണ്. കുറുകി വരുന്നുണ്ട്. ചാറെല്ലാം പറ്റി ഇതിലോട്ട് നമ്മൾ പച്ചവെളിച്ചെണ്ണ, 1 സ്പൂണ് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു. തീ ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ വീട്ടിൽ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി, 1 നുള്ളു ഉലുവാപ്പൊടിയും, ഇനി 2 തണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് കറിവേപ്പില നമുക്കൊന്ന് വെറുതെ ഇങ്ങനെ അതിൻ്റെ പുറത്തോട്ട് തൂകിയിട്ട് ഒന്ന് അടച്ചു വെക്കാം. തീ ഓഫാക്കിയിട്ടാണ് കേട്ടോ. തീ ഓഫാക്കിയിട്ടൊന്ന് അടച്ച് വെക്കുക. ഇനി ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്നൊന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ ഇതേണ്ട നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. തീ ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. എന്നിട്ട് ആ ചൂടിലിരുന്നിട്ടാണ്, ആ മൺചട്ടിയുടെ ചൂടിലാണ് ഇങ്ങനെ തിളയ്ക്കുന്നത്. തീ ഓഫാക്കിയിരിക്കുക. നോക്കി, ഇവിടെ കറണ്ട് പോയി. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. നോക്കിയ ചാറങ്ങനെ നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മീൻ കറിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻ്റ് അറിയിക്കണം. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം. ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇതേപോലെ ഇത് വെറുതെ പറയുന്നതല്ല. നോക്കിയാൽ നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള കോട്ടയം സ്റ്റൈൽ മീൻ കറിയാണ്.
ഇത് 2-3 ദിവസം പുറത്തിരുന്നാലും